കൂത്താട്ടുകുളം നഗരസഭയിൽ LDFിന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. വിപ്പ് ലംഘിച്ച CPM വിമത കലാരാജുവിന്റെ വോട്ടും സ്വതന്ത്രന്റെ പിന്തുണയും UDFിന് ലഭിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂത്താട്ടുകുളം നഗരസഭാ ഭരണം LDFിന് നഷ്ടമായി. CPMുമായി ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർ കലാരാജു UDFിനെ പിന്തുണച്ചു. 25-അംഗ നഗരസഭയിൽ 13 പേരുടെ പിന്തുണയോടെയാണ് പ്രമേയം പാസായത്. പോലീസ് സംരക്ഷണത്തിലാണ് കലാരാജു നഗരസഭയിലെത്തിയത്. സ്വതന്ത്രൻ PG സുനിൽകുമാറും നേരത്തെ തന്നെ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് ഇടത് അംഗങ്ങൾ വിട്ടുനിന്നു. LDF ചോദിച്ചു വാങ്ങിയ പരാജയമെന്ന് കലാരാജു. നമ്മളൊരു ഇതിൽ ചെന്നപ്പോൾ അത് തുടർ നിലപാട് പറയുന്ന UDFിനൊപ്പം ആയിരിക്കുമല്ലോ ഇനി പോകുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ അവര് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ പ്രവർത്തിച്ച പാർട്ടിയാണ് എന്നെ ചതിച്ചത്. ഇവർ പറയുന്ന കുതിരക്കച്ചവടം ഒന്നും ഇതിനകത്ത് നടന്നിട്ടില്ല. നടന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടവും സാമ്പത്തിക ഇടപാടുമെന്ന് CPIM. ഇവിടെ നടന്നിട്ടുള്ളത് നഗ്നമായ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന കുതിരക്കച്ചവടമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ വൻ സാമ്പത്തിക ഇടപാടാണ് നടന്നിട്ടുള്ളത്. കലാരാജുവിന് UDF സംരക്ഷണം നൽകുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് റിപ്പോർട്ടറിനോട്. അവരെ വ്യക്തിപരമായി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ചെറുക്കും, ഒരു സംശയവും വേണ്ട. വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയത്തിൽ കലാരാജുവിന്റെ വോട്ട് അസാധുവാണെന്ന് ആരോപിച്ച് LDF അംഗങ്ങൾ വരണാധികാരിയെ ഉപരോധിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.